الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وربك يخلق ما يشاء ويختار وما كان لهم الخيرة سبحان الله وتعالى عما يشركون. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിന്റെ 68-ാമത്തെ ആയത്താണ് ആമുഖമായി കേൾപ്പിച്ചത്. വളരെ സുന്ദരമായി മുഅ്മിനുകളായ നിലക്ക് നമ്മളെല്ലാവരും ആഴത്തിൽ തദബ്ബുർ ചെയ്യേണ്ട ഒരു ആയത്താണിത്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും തരണം ചെയ്യാൻ ഈ ആയത്തും ഇതുപോലെയുള്ള അധ്യാപനങ്ങളും, ഈ ആയത്തിൽ പറഞ്ഞതുപോലെയുള്ള അധ്യാപനങ്ങളും മുഅ്മിനിന് എപ്പോഴും കരുത്ത് നൽകും എന്നുള്ളതുകൊണ്ട് ഇതിലടങ്ങിയിട്ടുള്ള അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന ഈമാനികമായ തർബിയത്തിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഒരല്പം ഒന്ന് ആലോചിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി തെരഞ്ഞെടുത്തത്, വിഷയത്തിന്റെ മർമ്മം അതാണ്, അല്ലാഹു നമുക്കായി തെരഞ്ഞെടുത്തത് മുഴുവനും ഖൈറായിരിക്കും. ആ ഒരു ആശയത്തെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മുടെ മുൻപിലേക്ക് നൽകുന്നുണ്ട്. നോക്കൂ, ഈ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് നമ്മോട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റബ്ബ് എന്താണോ ഉദ്ദേശിക്കുന്നത് അവൻ അത് സൃഷ്ടിക്കും. അവന്റെ ഉദ്ദേശമനുസരിച്ചുള്ള സൃഷ്ടിപ്പ് ഇവിടെ നടക്കും. അവനാണ് കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. വയഖ്താർ, അവനാകുന്നു കാര്യങ്ങൾ എങ്ങനെ വേണം, എന്നിന്റെ ഖൈർ എന്താണ് എന്ന് തെരഞ്ഞെടുക്കുന്നത് അവനാണ്. വമാ കാന ലഹുമുൽ ഖിയറ, അവർക്കാർക്കും, ആരാണെങ്കിലും ഈ പടപ്പുകളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഖൈർ എന്താണ് എന്ന് തെരഞ്ഞെടുക്കാനുള്ള അർഹതയില്ല, അവർക്ക് കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണെന്നറിയോ. വതആല അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് വെക്കുന്നതിൽ അല്ലാഹു അത്യുന്നതനാണ്. ഇതാണ് ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. പ്രിയമുള്ള സഹോദരങ്ങളെ, അടിവരയിട്ട് ഇന്നത്തെ ഈ ഒരു ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്
നമുക്കാർക്കും ഖൈർ ഏത് എന്ന് തെരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ള അടിസ്ഥാനപരമായ ഈമാനിക തർബിയത്ത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകേണ്ടി വരും. ജീവിതാവസ്ഥകൾ പല രീതിയിൽ മാറി മറിഞ്ഞ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ ചിലപ്പോ എന്ത് വരികയാണെങ്കിലും ഇടങ്ങേറുകളാവാം, പ്രയാസങ്ങളാകാം, എന്ത് വരികയാണെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മളിങ്ങനെ നോക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ ഉരുണ്ടുകൂടി വരുന്നത് വലിയ പ്രതിസന്ധിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏതൊരു വിഷയത്തിലും ഖൈറിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. ആ ഖൈറ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഉടനെ അനുഭവിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ പിന്നീട് ചിലപ്പോ കുറച്ച് കാലതാമസത്തേക്കാം അന്ന് ആ സംഭവിച്ചത് ഖൈറനായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്ന തരത്തിലേക്ക് നമ്മളെ അനുഭവങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിയമമാണ്. നമ്മളുടെ ഈമാനികമായ തർബിയത്ത് ആ അർത്ഥത്തിൽ ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം ആ അർത്ഥത്തിൽ നോക്കുമ്പോ നമ്മോട് അത്രമേൽ വിശാലമായി കാരുണ്യം റബ്ബ് നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എന്നും നമ്മോട് ദയയുള്ളവനാണ്, നമുക്ക് ഖൈറ് മാത്രം നൽകുന്നവനാണ്. നാം മുന്നിൽ കാണുന്ന എത്രയെത്ര ഷർറുകളാണ്, ഷർറായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ അത് നമ്മളിങ്ങനെ മുൻപിൽ കാണുമ്പോൾ ഷർറായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് ഖൈറനായിരുന്നു എന്ന് നമ്മൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയും. അത് ഉറപ്പാണ്. പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം സൂറത്തു അൽ ബഖറ 2-ാമത്തെ അധ്യായത്തിൽ 216-ാമത്തെ ആയത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷർറാണ് എന്ന് നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ ഖൈറാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. ആ വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു വേള ഖൈറായി മാറും. നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഹുബ്ബുള്ള കാര്യങ്ങൾ ഉണ്ടാകും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ ഹുബ്ബായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, ഇഷ്ടമായി തോന്നുന്ന ചില കാര്യങ്ങളോ അതാവട്ടെ ചിലപ്പോ നിങ്ങൾക്ക് ഷർറിനായിരിക്കും എന്ന് അള്ളാഹു പറയുന്നു. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഈ വിഷയത്തിലൊന്നും ഖൈർ ഏതെന്ന് അറിയില്ലെന്നേ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് കാര്യങ്ങൾ അറിയുക, നിങ്ങൾക്ക് അറിയില്ല എന്നാകുന്നു അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്താണത്. ഇങ്ങനെയുള്ള കുറെ അധ്യാപനങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നുണ്ട്. നമ്മൾ എന്താ മനസ്സിലാക്കാന്നറിയോ, അള്ളാഹു അവൻ കാര്യങ്ങളെ തദ്ബീർ ചെയ്യും, അവൻ നിയന്ത്രിക്കും. എന്ത് എങ്ങനെ വേണം എന്നുള്ളത് അവൻ നിയന്ത്രിക്കും. എല്ലാം അറിയുന്നവൻ അവനാണല്ലോ. അതുകൊണ്ട് അവന്റെ നിയന്ത്രണത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് നമുക്കുണ്ടാകണം. അവന്റെ ഇബാദുകളായ നമ്മൾ ഓരോരുത്തരും, അവന്റെ അടിമകളായ നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമുക്ക് ഓരോരുക്കും മസ്ലഹത്താണ് വെച്ചിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നന്മ അതാണ് റബ്ബ് കാണുന്നത്, നമ്മുടെ നന്മ മാത്രം അതാണ് അള്ളാഹു കാണുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ റബ്ബ് നമുക്ക് നന്മ കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലൂടെ നമ്മൾ പോകണം. എത്രത്തോളം എന്നറിയോ, നമ്മുടെ സ്വന്തം ഉമ്മ, പെറ്റുമ്മ, ആ ഉമ്മ നമുക്ക് ചെയ്തു തരുന്ന കാരുണ്യത്തെ കുറിച്ച്, തന്നിട്ടുള്ള കാരുണ്യത്തെ കുറിച്ച് എത്ര മുതിർന്നിട്ടും ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് നമ്മോടുണ്ടാകുന്ന കാരുണ്യത്തിന്റെയും അളവിന്റെയും ഈ ദയയുടെയും അളവ് എത്രയാണ് എന്ന് ആർക്കാ നിശ്ചയിക്കാൻ കഴിയുക? ഇല്ലല്ലോ. അത്രമേൽ വലിയ ദയയുള്ള ഉമ്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മ. എന്നാൽ റബ്ബ് അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മോട് ദയ കാണിക്കുന്നവനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇത് റബ്ബിന്റെ ഉറപ്പാണ്. ആ ഉറപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന തർബിയത്ത് എന്താണെന്നറിയോ, അല്ലാഹുവിനെ അതിരറ്റ് സ്നേഹിക്കാൻ കഴിയും, അങ്ങേയറ്റം സ്നേഹിക്കാൻ കഴിയും. ആ സ്നേഹം, റബ്ബിനോടുള്ള സ്നേഹത്തെ നമ്മൾ എത്രമേൽ തിരിച്ചറിയുന്നുവോ ആ തിരിച്ചറിവിനനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ഖൈറിനെ അനുഭവിക്കാനും സാധിക്കും. പ്രതിസന്ധികളാകാൻ ചിലപ്പോ, പക്ഷെ അതിനെ പോലും നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നുന്ന പ്രതിസന്ധികൾ പോലും അത് നമുക്ക് ഖൈറിനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് റബ്ബിനെ സ്നേഹിക്കുമ്പോൾ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനാവശ്യ
അനാവശ്യമായ ആധികൾ ഒരു കാര്യത്തിനും നമ്മൾക്ക് വേണ്ട, അസ്വസ്ഥതകൾ വേണ്ട. കാരണം അതൊക്കെ നെഗറ്റീവ് ചിന്തകളാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന, കോപാകുലരാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. വേണ്ടെന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട് എന്നുള്ള ചിന്തിക്കണം. പരിഭ്രാന്തിയും വേണ്ട. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഒരു സത്യവിശ്വാസി എപ്പോഴും മുക്തനായിരിക്കണം. അവൻ മുക്തനായിരിക്കും. കാരണം അവൻ സ്നേഹിക്കുന്നത് റബ്ബിനെയാണ്, റബ്ബിന്റെ സ്നേഹം അനുഭവിക്കുന്നവനാണ്. ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലാഹു എല്ലാ കാര്യവും എന്റെ ജീവിതത്തിൽ ഖൈറിനായിരിക്കുന്നു വെച്ചിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം പ്രയാസമായി തോന്നുന്ന പലതും, അത് രോഗമാകാം, ആപത്തുകളാകാം, വേണ്ടപ്പെട്ടവരുടെ വേർപാടുകളാകാം, പല അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളാകാം. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, എത്ര വലിയ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അതൊക്കെയും ഖൈറാണ്, ഖൈറാണ്, നന്മയാണ്, നല്ലതിനാണ്. ആ നല്ലത് ഇപ്പൊ എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നേയുള്ളൂ, പക്ഷെ അത് തിരിയുന്ന ഒരു സമയം വരാനിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്കാണ് റബ്ബ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ അർത്ഥത്തിൽ അല്ലാഹുവെ സ്നേഹിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. നോക്കൂ നിങ്ങൾ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ചില സംസാരങ്ങളുണ്ട്. കവിതാരൂപേണ പറഞ്ഞിട്ടുള്ള ചില സംസാരങ്ങളാണത്. വകം യുസ്രിൻ അതാ മിൻ ബഅദി യുസ്രിൻ, എത്രയെത്ര എളുപ്പങ്ങളാകുന്നു അതാ മിൻ ബഅദി ഉസ്രിൻ, പ്രയാസങ്ങൾക്ക് ശേഷം നമ്മളെ തേടി എത്തിയിട്ടുള്ളത് എന്നതാകുന്നു ഒരു സംസാരം. ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഫഫറജ ഖുർബത്തൽ ഖൽബി ശജീ, എന്നാലോ ആ പ്രയാസങ്ങൾ നീങ്ങിയിട്ട്, ഉസ്ർ നീങ്ങിയിട്ട് യുസ്ർ നമ്മളിലേക്ക് വരുന്ന ആ ഘട്ടമുണ്ടാകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെയും മാറിപ്പോവുകയും ഈ ഖൽബുൻ ശജീ, ആകുലപ്പെടുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥകൾ തന്നെയും ആ അന്ന് സംഭവിച്ച ആ ഒരു ശർറെന്ന് എനിക്ക് തോന്നിയ കാര്യം എത്ര ഖൈറായി മാറി എന്ന് അയാൾ തിരിച്ചറിയുകയും ചെയ്യും എന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട് വകം അംരിൻ തുസാഉ ബിഹി സ്വബാഹ, നേരം വെളുത്തപ്പോ നമുക്ക് വല്ലാത്ത ഒരു ദുരിതം എന്ന് തോന്നിയ ഒരു സംഗതി, വല്ലാത്ത ഒരു അപകടം എന്നുള്ള നിലക്ക് നമ്മളെ തേടിയെത്തിയത്. പ്രദോഷമായപ്പോഴേക്കും വൈകുന്നേരമായപ്പോഴേക്കും സന്തോഷത്തിന്റെ അനുഭവമായി മാറി മറിഞ്ഞത് നമുക്കുണ്ടാകും. ഇദാ ളാഖത് ബിക്കൽ അഹ്വാലു യൗമ, ഇദാ ളാഖത് ബിക്കൽ അഹ്വാലു യൗമ, ഒരു ദിവസം നിന്നെ തേടിയെത്തിയ മനസ്സിന്റെ കുടുസത, ജീവിതത്തിന്റെ കുടുസത, ആ കുടുസതയൊക്കെയും അത് ഫബിഖൽബിൽ വാഹിദിൽ ബിൽ വാഹിദിൽ ഫർദിൽ അലി, എല്ലാം അറിയുന്നവനായ അത്യുന്നതനായ റബ്ബ്, ആ റബ്ബിനെ കുറിച്ചുള്ള സിഖത്ത് നിനക്കുണ്ടാകേണ്ട ഒന്നാകുന്നു. ഫസിഖ ബിൽ വാഹിദിൽ ഫർദിൽ അലി, അത്യുന്നതനായ ഏകനായ ആ റബ്ബിനെ കുറിച്ച് നിനക്ക് ദൃഢമായ ബോധ്യം നിന്നെ തേടിയെത്തുന്ന നിനക്കുണ്ടാക്കുന്ന അനുഭവങ്ങളായിരിക്കും നമ്മളെ തേടിയെത്തുക, നമുക്കുണ്ടാവുക. അങ്ങനെ റബ്ബിനെ കുറിച്ച് നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധികളെയും എന്റെ റബ്ബ് എന്നോട് സ്നേഹമുള്ളവനാണ്, അവൻ എനിക്ക് ഖൈറ് മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള നിലക്ക് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായി ജീവിതം സമീപിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കെപ്പോഴും ഉണ്ടാകേണ്ട ഒരു വലിയ ഗുണമാണ്. ഇങ്ങനെ വിശ്വാസി എപ്പോഴും പ്രിയപ്പെട്ടവരെ നല്ല ചിന്തയിലൂടെ പോകുന്ന, റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഇബാദത്തുകളിൽ പോലും സ്നേഹം നിറച്ചു വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ മഹത്തുക്കളായ സ്വഹാബാക്കിറാം റളിയല്ലാഹു തആല അൻഹും ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അവർക്ക് കിട്ടിയ അറിവും അവരുടെ മുൻപിലുള്ള ചിന്തയും എന്തുമാത്രമായിരുന്നു ആലോചിച്ച് നോക്കിയേ. അവര് മുന്നോട്ട് പോകും തോറും ഒരു കച്ചവട സംഘം പുറപ്പെട്ടിട്ടുണ്ട്, അവരെ തടുക്കണം എന്ന് വിചാരിച്ചു പോയവരായിരുന്നില്ലേ ആ സ്വഹാബികളിൽ എല്ലാവരും? 313 സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റസൂലുള്ളാഹിയടക്കം അവരെല്ലാവരും പോയപ്പോൾ റസൂലുള്ളാഹിക്കടക്കമുള്ള ചിന്ത ആ കച്ചവട സംഘത്തെ തടുക്കണം. അവര് പോയതിന്റെ ലക്ഷ്യം അതിൽ കിട്ടിയ ലാഭം മുഴുവനും ഇസ്ലാമിനും മുസ്ലിങ്ങളെയും തകർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവർ പോകുന്ന വഴി തടസ്സപ്പെടുത്തണം, അവരെ പ്രതിരോധിക്കണം എന്ന് മാത്രം ചിന്തിച്ചു പോയ ആളുകൾക്ക് അത് മാത്രം കിട്ടിയില്ലല്ലോ. അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആ പ്രതിസന്ധി അത് അവർക്കൊരു പ്രതിസന്ധിയായിക്കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോ, അഥവാ ഈ കച്ചവട സംഘം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഇതാ ലാഭവും കൊണ്ട് ഇതാ മക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു, രക്ഷപ്പെട്ടു പോയി, ഞങ്ങൾക്ക് അവരെ പിടുത്തം കിട്ടിയില്ല എന്ന് വരുമ്പോൾ അവർ ചിന്തിച്ചത് എന്താ? ഇനി വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണ്, വലിയ അപകടമാണ്. ഈ ലാഭം മുഴുവനും ഇവരെ യുദ്ധത്തിന് വേണ്ടി, ഇനി വരാനിരിക്കുന്ന യുദ്ധത്തിന്
കച്ചവടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയേക്കും എന്ന് ചിന്തിക്കുന്ന ഉരുണ്ടുകൂടിയ പ്രതിസന്ധി. പക്ഷേ അതിനെ മാറി മറിഞ്ഞു വന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ബദർ നടന്നു, ബദർ യുദ്ധം നടന്നു. ആ ബദർ യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്തിന് ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടത്തിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന് ഒരു അടിത്തറ പാകുന്ന രീതിയിലേക്ക്, സ്ഥൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് സാമൂഹികമായ അടിത്തറകൾ ഉദ്ദേശിച്ചത്. ആ തരത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറുന്ന തരത്തിലേക്ക് ബദർ യുദ്ധം വലിയ ഒരു ഖൈറായി സംഭവിച്ചത്. എന്താണോ വിചാരിച്ചതിനപ്പുറത്തേക്ക് വലിയൊരു നേട്ടത്തിലേക്ക് അവരെത്തുന്നത് കാഴ്ച ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി ധാരാളമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ തന്നെ വായിക്കാൻ പറ്റുമല്ലോ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും രണ്ടുപേരുടെയും ഒരു യാത്രയുണ്ടല്ലോ. ആ യാത്രാ സമയത്ത് മൂസാ നബിക്ക് ഖൈറായി തോന്നാത്ത കുറെ കാര്യങ്ങൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഖൈറായി മനസ്സിലാവുകയും ആ മനസ്സിലായ കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറെ സംഭവങ്ങൾ. അവസാനം ആ ഖൈറായ കാര്യം മൂസാ നബിക്ക് ബോധ്യപ്പെട്ടു വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. രണ്ട് ഉദാഹരണങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. ഒന്ന്, ആ കുട്ടിയെ കൊല്ലുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു പിഞ്ചു ബാലനെ നിഷ്കരണം കൊന്നുകളയുന്നു എന്നുള്ള തരത്തിലേക്ക് ഒരു ഷർറായ കാര്യത്തെയാണ് മുന്നിൽ കാണുന്നത്. പക്ഷേ അവിടെ വഹയ കിട്ടുന്നു, റബ്ബിന്റെ അടുക്കൽ എന്നുള്ള അറിയിപ്പ്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനത് ചെയ്തു എന്നുള്ളത് ബോധ്യപ്പെടുത്തുമ്പോൾ ആ കുഞ്ഞ് ഇനി വളർന്നു വലുതായി കഴിഞ്ഞാൽ നന്ദികെട്ട ഒരു കുഞ്ഞായി മാറാനുള്ള അറിവാണ് അള്ളാഹ്ക്ക് ആ കുഞ്ഞിനെ കുറിച്ചുള്ളത്. അക്കാര്യം ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല, അവന്റെ നന്ദികേട് നിമിത്തം തന്റെ നല്ലവരായ മാതാപിതാക്കളോട് പോലും അവരെ പോലും ഞെരിച്ചു കൊല്ലുന്ന, അവരെ പോലും ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ കുഞ്ഞിന് വളരാൻ പോകുന്നത് എന്ന് റബ്ബിന്റെ അറിവ് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ ആ സഫീനത്ത്, ആ കപ്പലിന് ദോരമുണ്ടാക്കിയ സംഭവത്തിലും നമ്മൾ ഈ ഖൈറിനെ കാണുകയാണ്. ഇങ്ങനെ ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നമ്മൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മുഴുവനും തരണം ചെയ്യാൻ സാധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരുപാട് നമുക്ക് നൽകുമെന്ന് മാത്രമല്ല, നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കും. റബ്ബ് എന്റെ ജീവിതം നമുക്ക് ഖൈർ മാത്രമേ നൽകുകയുള്ളൂ. ആ ഖൈർ ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിക്കൊണ്ട് തോന്നുന്നുവെങ്കിലും ഇല്ല, ഇതൊക്കെ മാറി മറിഞ്ഞിട്ട് എന്റെ ജീവിതം എനിക്ക് റബ്ബ് ഖൈറായിട്ട് നൽകും. അത് ദുനിയാവ് മുഴുവനും അങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാലും ഈ ദുരന്തങ്ങൾ എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മുഴുവനും നാളെ എനിക്ക് സന്തോഷിക്കാനുള്ള വലിയ അനുഭവങ്ങളായിട്ട് വരാനിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണ് ഒരു മുഅ്മിനുള്ളത്. അങ്ങനെയുള്ള മുഅ്മിനുകളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള ഈമാൻ നമുക്ക് നൽകുമാറാവട്ടെ. അത് റബ്ബിനോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈമാനാണ്. അങ്ങനെ റബ്ബിനെ അറിഞ്ഞു സ്നേഹിക്കാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞു വന്ന വിഷയം വളരെ വ്യക്തമാണല്ലോ. നമ്മൾ ഒരുപാട് കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു വിഷയത്തിലേക്ക് ഒന്നുകൂടി നമ്മുടെ ഈമാനികമായ അവസ്ഥകളെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഖൈറായിരിക്കുമെന്നും അത് നമ്മൾ മുൻപിൽ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല അതിന്റെ പരിണിത ഫലം എന്നുള്ളതുമാകുന്നു പഠിപ്പിക്കപ്പെട്ടത്. അത് ഖുർആന്റെ അധ്യാപനമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിനൊരുപാട് അവസ്ഥകൾ, നമുക്ക് സംഭവങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ഇപ്പൊ സുറാഖത്ത് ബിൻ മാലിക് എന്നറിയപ്പെടുന്ന സ്വഹാബിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വേണ്ടിക്കൊണ്ട് ഈ ഹിജ്റയുടെ വേളയിൽ പിന്നാലെ പോയ ഒരു സ്വഹാബിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു, മുശ്രിക്കായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ ആകെ കണ്ടത് 100 ഒട്ടകം സമ്മാനമായി കിട്ടണം എന്നുള്ളത് മാത്രം.
ഖുറൈശികൾ മുഹമ്മദ് റസൂലുള്ളാഹിയെ പിടികൂടുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചപ്പോൾ ആ 100 ഒട്ടകം കിട്ടാൻ വേണ്ടിക്കൊണ്ട് തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വേഗതയുള്ള ആ ഒരു കുതിരപ്പുറത്ത് ഓടി സഞ്ചരിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ പലവട്ടം വഴുതി വീഴുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിച്ച് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖക്ക് നൽകുന്ന സുറാഖത്ത് ബിൻ മാലിക് എന്നറിയപ്പെടുന്ന ആ സ്വഹാബിയായി തീർന്ന മഹാനായ മനുഷ്യൻ നൽകുന്ന ഒരു വാഗ്ദാനമാണ്, താങ്കൾക്ക് കിസ്റയുടെ അധികാരത്തിന്റെ കുപ്പായം അണിയിക്കപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് ഉണ്ടായിട്ടില്ല. 10 കൊല്ലക്കാലം മദീനയിൽ പിന്നീട് ജീവിച്ചല്ലോ. ഈ ഒരു വാഗ്ദാനം ചെയ്തതിനു ശേഷം 10 വർഷക്കാലം സുറാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സുറാഖക്ക് ആ ഒരു അനുഭവം, ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, നിരാശപ്പെട്ടിട്ടില്ലല്ലോ. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനമാണ്, കിസ്റയുടെ അധികാരത്തിന്റെ ചെങ്കോൽ, അധികാരത്തിന്റെ കുപ്പായം എന്നെ അണിയിക്കുമെന്ന്. പിന്നീട് ആ സംഭവം പ്രത്യക്ഷത്തിൽ പുലരുന്നത്, ശരിക്കും പുലർന്ന് കാണുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ആലോചിച്ച് നോക്കേണ്ടത് എന്താ, നമുക്ക് ഇതൊക്കെ നൽകുന്നത് വലിയ വലിയ ഈമാനിക പാഠങ്ങളാണ്. റബ്ബ് നമുക്ക് ഖൈർ നൽകുമെന്ന് പറഞ്ഞ് നൽകിയിരിക്കും. ആ ഒരു ഉറപ്പിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ആ ഒരു വലിയ പാഠം നമുക്ക് നൽകുന്നു. അത് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസാണ്, ഈമാനിന്റെ രുചി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ജീവിതത്തിൽ. നമ്മൾ മുഅ്മിനുകളായാൽ പോരാ, ഈമാന്റെ രുചി ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഞാൻ മുഅ്മിനാണ് എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകാൻ അത് ആർക്കേ കഴിയുള്ളൂന്നറിയോ? ലിമൻ റദിയ ബില്ലാഹി റബ്ബ, എന്റെ റബ്ബ് അവനുണ്ട് എന്റെ കൂടെ എന്ന് മാത്രമല്ല, അവനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവന്റെ അധ്യാപനങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവനാണ് എനിക്കെല്ലാം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു മുഅ്മിൻ അവന്റെ ഈമാനെ പരുവപ്പെടുത്തണം. രണ്ടാമത്തേത് വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് തൃപ്തിപ്പെടണം. നമ്മൾ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകണം. എന്റെ ദീൻ, എന്റെ ജീവിതത്തിന്റെ ക്രമം ഞാൻ ചിട്ടപ്പെടുത്തേണ്ടത് ഇസ്ലാം അനുസരിച്ചായിരിക്കണം. കാരണം ഇസ്ലാമാണ് എന്റെ ജീവിതം. ആ തരത്തിൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടണം ജീവിതത്തിലേക്ക്. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് റസൂലുള്ളാഹിയെ നബിയായി കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ സമിഅ്തു വ അതഅ്തു, ഞാൻ ഇതാ കേട്ടു അനുസരിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഈമാൻ. ഇത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനമാണ്, എനിക്ക് തൃപ്തിയാണത് സ്വീകരിക്കാൻ എന്ന് പറയുന്ന ഈമാൻ. ഇത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ, എനിക്കിതിനപ്പുറം വേറൊന്നും വേണ്ടെന്ന് പറയാൻ കഴിയുന്ന ഈമാൻ. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കഴിയും എന്നുള്ള നിലക്കല്ല, ഒരു വിധമൊക്കെ നമുക്ക് ആ അർത്ഥത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെയും, എന്നിട്ട് റബ്ബിനെ അറിഞ്ഞ് സ്നേഹിച്ച് പോസിറ്റീവായ ചിന്തകളോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഈമാൻ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത്. നാഥൻ ആ അർത്ഥത്തിൽ നമുക്ക് കരുത്ത് നൽകുമാറാവട്ടെ. ഈമാനികമായ അവബോധം വളർത്തിക്കൊണ്ടുവരാനുള്ള ഈമാനിക ശക്തി നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ, ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും തിന്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളെയും നാഥ ഞങ്ങൾക്ക് പ്രതിസന്ധികളായിട്ട് തോന്നുന്നുവെങ്കിലും അവയൊക്കെയും ഞങ്ങൾക്ക് ഒരു നന്മയായി കൊണ്ട് തീരും എന്നുള്ള ഖുർആനിക പാഠത്തെ ഈമാൻ കൊണ്ട് അംഗീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഏത് പരീക്ഷണങ്ങളിലും ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ക്ഷമ ഞങ്ങൾക്ക് ഖൈറായിരിക്കും എന്ന് നിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അതിനെ കൃത്യമായി അംഗീകരിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകി, വിശ്വാസം ഞങ്ങൾക്ക് നീ നൽകി, ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولوالدينا ولمن سبقونا بالإيمان يا رب العالمين ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين والسلام على المرسلين.